പടച്ചറബ്ബ് പുണ്യ റജബിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ നിലക്കുമുള്ള ഖൈറാത്തുകളും ബറകാത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പദവി കൊടുത്തിട്ടുണ്ട്. അത് വിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകം അല്ലാഹു എടുത്ത് പറഞ്ഞതാണത്. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പദവി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമൂ ഫീഹിന്ന അൻഫുസകും വഖാതിലുൽ മുശ്രികീന കാഫ കമാ യുഖാതിലൂനകും കാഫ വഅലമൂ അന്നല്ലാഹ മഅൽ മുത്തഖീൻ. 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പദവി അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട പരിശുദ്ധമായ മാസമാണ് പുണ്യ റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇങ്ങനെ 4 മാസങ്ങളാണതെങ്കിൽ പ്രിയപ്പെട്ടവരെ 3 മാസങ്ങൾ തുടർച്ചയായിട്ടുള്ളതാണെങ്കിൽ റജബ് എന്ന് വേറിട്ട് നിൽക്കുകയാണ്. പുണ്യ റജബ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായ റമദാനിലേക്കുള്ള കവാടമാണത്. ആ റജബിന്റെ പ്രത്യേകത എന്തെന്നല്ലേ? അതിന്റെ പ്രത്യേകത ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നല്ലേ? പരിശുദ്ധമായ റമദാൻ സമാഗതമാകുന്നതിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് പുണ്യ റജബ് കടന്നു വന്നാൽ ആരംഭ നബി ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ചവനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമദാൻ, പുണ്യ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. പുണ്യ റമദാൻ സമാഗതമാകുന്നതിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് പുണ്യ റജബിൽ തന്നെ അതിനുള്ള പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പുണ്യ റജബിലെ ബറക്കത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന മുത്തുനബി തുടങ്ങി വെച്ചുവെങ്കിൽ മറ്റൊരു മാസത്തിലും ആ പ്രാർത്ഥനയില്ല. അത് റജബിന്റെ പ്രത്യേകതയാണ്. റജബ് എന്ന് പറഞ്ഞാൽ അത് ശഹ്റുള്ളയാണ്, അത് അല്ലാഹുവിന്റെ മാസമാണ്. അതാണ് മുത്തായ തങ്ങൾ പറഞ്ഞത്, റജബുൻ ശഅബാനു ശഹരി വ റമദാനു ഉമ്മത്തി. റജബ് എന്ന മാസം അത് അല്ലാഹുവിന്റെ മാസമാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? മറ്റു മാസങ്ങൾ റബ്ബിന്റെ മാസമല്ലാഞ്ഞിട്ടില്ല. എന്നാൽ റജബിന് പ്രത്യേകമായ പദവിയുണ്ട്, പ്രത്യേകമായ സ്ഥാനമുണ്ട്. ആ പരിശുദ്ധ റജബിൽ അല്ലാഹു ധാരാളം ബറക്കത്തുകൾ വാരിക്കോരി കൊടുക്കുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ റജബ് എന്ന മാസത്തിന് മറ്റൊരു പേര് കൂടി വെച്ചത് ശഹ്റുൽ അസബ്. ധാരാളം ബറക്കത്തുകൾ ഭൂമി ലോകത്തുള്ള ആളുകൾക്ക് പടച്ചറപ്പ് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസം കൂടിയാണ് റജബ്. അതുകൊണ്ടാണ് ശഹ്റുല്ലാഹ് എന്ന മാസത്തിന് പുറമെ ശഹ്റുൽ അസബ് എന്ന പേര് കൂടി ഇതിന് വെക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ മക്കത്തുൽ മുകറമയിലുള്ള പുണ്യ കഅബ ശരീഫിനെ കുറിച്ച് പറയാറുള്ളത് ബൈത്തുള്ള എന്നാണ്, അല്ലാഹുവിന്റെ വീട് എന്നുള്ളതാണ്. ഈ ലോകത്തുള്ള മുഴുവൻ മസാജിദുകളും പള്ളികളും പടച്ചറപ്പിന്റെ ഭവനങ്ങളാണ്. എന്നിട്ട് പോലും എന്തേ പുണ്യ കഅബ ശരീഫിന് ബൈത്തുള്ള എന്ന് പ്രത്യേകമായ ഒരു പേര് കൊടുത്തത്? അത് മറ്റു പള്ളികൾ പടച്ചറപ്പിന്റെ പള്ളിയല്ലാഞ്ഞിട്ടില്ല. എങ്കിലോ പുണ്യ കഅബാലയത്തിന് റബ്ബ് പ്രത്യേകമായ പദവി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകം ഒരു പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചു. സാലിഹ് നബി തന്റെ സമുദായത്തിന് വേണ്ടി തന്റെ സമുദായം വെല്ലുവിളിച്ചപ്പോ, സാലിഹേ, ഈ കാണുന്ന പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് നീ ഒരു ഒട്ടകത്തെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിന്റെ ആദർശം ഞങ്ങൾ വിശ്വസിക്കാം, നീ പറയുന്ന ഈ ഒരു ആദർശം ഞങ്ങൾ ഉൾക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോ പടച്ചറപ്പിന്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട്, അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് സാലിഹ് നബി ആ കാണുന്ന പാറക്കെട്ടിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിച്ചുവെങ്കിൽ
ആ ഒട്ടകത്തിന് അല്ലാഹുവിന്റെ ഒട്ടകം എന്ന പ്രത്യേക പേര് കൊടുത്തുവെങ്കിൽ മറ്റു ഒട്ടകങ്ങളൊന്നും അല്ലാഹുവിന്റെ സൃഷ്ടികളല്ലായിട്ടില്ല. പക്ഷെ ആ ഒട്ടകത്തിന് പ്രത്യേകമായ പദവിയുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് പുണ്യ റജബും. മറ്റു മാസങ്ങൾ റബ്ബിന്റെ മാസമല്ലാഞ്ഞിട്ടില്ല. പക്ഷേ റജബുൻ ശഹറുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മാസമെന്ന അതിന് പ്രത്യേകമായ പേര് കൊടുത്തത്. അങ്ങനെയുള്ള പുണ്യ റജബ് ഒരിക്കലും നമ്മൾ അതിനെ വില കുറച്ച് കാണാൻ പാടില്ല. റമദാൻ വരട്ടെ അപ്പോൾ നന്നാകാമെന്നുള്ള ആ ഒരു ചിന്താഗതി ഒട്ടും ശരിയല്ല പ്രിയപ്പെട്ടവരെ. റജബ് മുതൽ നമ്മൾ ഒരുങ്ങണം. റജബ് മുതൽ നമ്മൾ ഒരുങ്ങണം. അത് നമ്മൾ റജബ് എന്ന മാസം എന്ന് പറഞ്ഞാൽ അത് കൃഷിയിടത്തിലേക്ക് അതിന്റെ വിത്തുകൾ പാകേണ്ട മാസമാണത്. അതുപോലെ നനയ്ക്കേണ്ട മാസമാണ് ശഅബാൻ. അത് കൊയ്തെടുക്കേണ്ട മാസമാണ് റമദാനെങ്കിൽ പ്രിയപ്പെട്ടവരെ പുണ്യ റജബിനെ വേണ്ടതുപോലെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ബഹുമാനിച്ച മാസങ്ങളെ, ദിവസങ്ങളെ, സ്ഥലങ്ങളെ, ആളുകളെ, വസ്തുക്കളെ അത് ബഹുമാനിക്കൽ അത് മുഅ്മിനിന്റെ കടമയാണ്. അവന്റെ ഈമാനിന്റെ പൂർണ്ണത അതിലൂടെയാണെന്ന് ഖുർആൻ പറയുമ്പോൾ ആരെങ്കിലും അല്ലാഹുവിന്റെ ശാഇറുകളെ, ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ അവന്റെ ഹൃദയാന്തരങ്ങളിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണത്, അതിന്റെ ലക്ഷണമാണത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റജബ് എന്ന മാസത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായി നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. കൂടുതലായി ഇസ്തിഗ്ഫാറുകളെ കൊണ്ട് നമ്മൾ നിരതരാവണം. ആ ഇസ്തിഗ്ഫാറുകളെ കൊണ്ട്, തസ്ബീഹുകളെ കൊണ്ട്, പ്രാർത്ഥനകളെ കൊണ്ട് ഈ പരിശുദ്ധ റജബിനെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. അതാണ് ഖുതുബയിൽ പറയുന്നത്. ഈ വിശുദ്ധ മാസത്തിൽ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മക്ക് ഇരട്ടി കൂലി ലഭിക്കുമെന്നാണ്. ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ നൽകുന്ന മാസമാണ്. തീരുന്നില്ല. ഖുതുബയിലൊക്കെയും മഹാന്മാരൊക്കെയും പറഞ്ഞു വെക്കുന്നത് ഈ പുണ്യ റജബിൽ ആരെങ്കിലും ഇതിനെ വകവെക്കാതെ, ഇതിന് വില കൊടുക്കാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയാൽ ഇന്നൽ മുദ്നിബ ഫീ ഹാദ ശഹരി, ഈ റജബ് എന്ന മാസത്തിൽ തെറ്റ് ചെയ്യുന്നവൻ, പാപങ്ങൾ ചെയ്യുന്നവരുണ്ടല്ലോ, ലാ യുമഹലു, അവനിക്കുള്ള ശിക്ഷയെ ഒരിക്കലും അല്ലാഹു പിന്തിക്കുകയില്ല. വഖൂബതുഹു തുഖദ്ദമു വതുഅജ്ജലു, അവനിക്കുള്ള ശിക്ഷയെ പടച്ച റബ്ബ് വേഗത്തിലാക്കുമെന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പുണ്യ റജബിനെ വേണ്ടതുപോലെ നമ്മൾ മാനിക്കണേ. ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണേ, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണേ. കള്ളപ്രചരണങ്ങൾ, കുത്തുവാക്കുകൾ, കള്ളപ്രചാരണങ്ങൾ, ആരോപണങ്ങൾ, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിൽ നിന്ന്, സ്വയം തെറ്റ് ചെയ്യുന്നതിൽ നിന്ന്, എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അകന്നു നിൽക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മാത്രമേ നമുക്ക് പുണ്യ റജബിനോടുള്ള ഹഖ് വീട്ടാൻ കഴിയുകയുള്ളൂ. അതിനോടുള്ള ഹഖ് വീട്ടിയാലേ പുണ്യ ശഅബാനിന്റെ ഹഖ് വീട്ടാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ രണ്ട് മാസങ്ങൾക്കുമുള്ള ഹഖുകൾ വീട്ടിയാലാണ് പുണ്യ റമദാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നൽകട്ടെ. അതിന് മാനസികമായി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങിയേ തീരുകയുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് റമദാനിൽ നേരെയാവാം എന്നുള്ളത് ഒരിക്കലും നമുക്ക് നടക്കാൻ പോണ കാര്യമല്ല. നമുക്ക് നന്നാവാനും നേരെയാവാനും 2 മാസങ്ങൾ പടച്ച റബ്ബ് കൂട്ടി നൽകിയിട്ടുണ്ട്. അന്ന് മുതൽ നമ്മൾ ഒരുങ്ങേണ്ടതാണ്. റമദാൻ എന്നുള്ള പ്രാർത്ഥന അർത്ഥമാക്കുന്നത് അത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. പുണ്യ റജബ് എന്ന് പറഞ്ഞാൽ അത് നോമ്പുകളുടെ മാസമാണ്. നമുക്കറിയാമല്ലോ 4 മാസങ്ങൾക്ക് പ്രത്യേക പദവികൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 മാസങ്ങളിൽ നോമ്പുകൾക്ക് പ്രത്യേകമായ പദവിയും സ്ഥാനവും അതിനുള്ള സവാബുകളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് പുണ്യ റജബിൽ നോമ്പ് നോൽക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു നദിയുണ്ട്, ഒരു നഹറുണ്ട്. ഇസ്മുഹു റജബ്. ആ നഹറിന്റെ പേരുണ്ടല്ലോ റജബ് എന്നാണ്.
ബഹുമാനപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞു വെക്കുന്നത് ആരെങ്കിലും പുണ്യ റജബിൽ നോമ്പ് നോറ്റാൽ ആ റജബ് എന്ന പേരിലുള്ള പുഴയിൽ നിന്ന് അവനെ അല്ലാഹു വെള്ളം കുടിപ്പിക്കുമെന്നാണ്. ഏതാ വെള്ളമെന്നല്ലേ? പാലിനേക്കാൾ വെളുപ്പുള്ളതാണത്, തേനിനേക്കാൾ മധുരമുള്ളതാണത്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ മനോഹരമായ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് പാനീയത്തിൽ നിന്ന് അവനെ കുടിപ്പിക്കുമെന്ന. അതിൽ നിന്ന് അവനെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനക്ക് ദാഹമില്ല, പിന്നീട് അവനക്ക് ഒരു പ്രയാസവുമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റജബിന്റെ 27ാമത്തെ ദിവസം നോമ്പ് സുന്നത്തായ ദിവസമാണ്. അതിന് പുറമെ തന്നെ പല ദിവസങ്ങളും പറ്റുമെങ്കിലും തിങ്കളാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ നമ്മൾ നോമ്പ് നോൽക്കണം. പറ്റുമെങ്കിൽ ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നഷ്ടപ്പെട്ടു പോയ നോമ്പുകളെ ഖളാ വീട്ടാൻ പ്രത്യേകം നമ്മൾ പറയണം. തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നന്മകൾക്ക് തൗഫീഖ് നൽകട്ടെ. നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ റജബുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. വരും ആഴ്ചകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആദ്യമായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത് പുണ്യ റജബിലാണ്. അതിമനോഹരമായി ബഹുമാനപ്പെട്ട നമ്മുടെ തഅ്വ ഉസ്താദ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ജിബ്രീൽ നബിയിൽ ആദ്യമായി ഇറങ്ങിയത് 27 റജബ് മാസമിലാണത്. പുണ്യ റജബിന്റെ 27ലാണ് ആദ്യമായി മുത്തുനബിയിലേക്ക് ജിബ്രീൽ കടന്നു വന്നത്. അങ്ങനെ അനേകമായിരം ഫളായിലുകളുള്ള മാസമാണ് റജബ്. ഞാൻ ദീർഘമാക്കുന്നില്ല, ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വേണ്ടതുപോലെ പുണ്യ റജബിനെ ബഹുമാനിക്കാൻ ആദരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണം. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.